ചില നഗരങ്ങൾ നമ്മുടെ മനസ്സിൽ കാലാതീതമായ കഥകളായി അവശേഷിക്കും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വാസ്തുവിദ്യയുടെയും വിസ്മയങ്ങൾ ഒളിപ്പിച്ച ഒരു നഗരം. ഉത്തർപ്രദേശിൻ്റെ ഹൃദയഭാഗത്ത് യമുനാ നദിയുടെ തീരത്ത് വെളുത്ത മാർബിളിൽ തീർത്ത ഒരു സ്വപ്നം. ഇത് ആഗ്രയാണ്. ലോകത്തിലെ സപ്തമഹാത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ നമ്മളെ കാത്തിരിക്കുന്ന നഗരം. ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന താജ്മഹൽ, മുഗൾ വാസ്തുവിദ്യയുടെ വിസ്മയമായ ആഗ്ര ഫോർട്ട്, താജ്മഹലിനേക്കാൾ മികച്ച കൊത്തുപണികളുള്ള ബേബി താജ്മഹൽ, മെഹ്താബാഗ് എന്ന യമുനാ നദിയുടെ തീരത്തെ മനോഹരമായ ഉദ്യാനം, കാലം മായ്ക്കാത്ത ഓർമ്മകളുമായി ഫത്തേപൂർ സിക്രി. ഈ നഗരം നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് മുഗൾ ചക്രവർത്തിമാരുടെ പ്രതാപത്തിലേക്കും അവരുടെ പ്രണയകഥകളിലേക്കും സാംസ്കാരിക സമ്പന്നതയിലേക്കുമാണ്. ചരിത്രപരമായ സ്മാരകങ്ങൾക്കുമപ്പുറം ആഗ്രയുടെ ഓരോ മുക്കിലും മൂലയിലും തനതായ സംസ്കാരവും രുചികളും നമ്മളെ കാത്തിരിക്കുന്നു. ഈ യാത്രയിൽ ആഗ്രയെ കൂടുതൽ എടുത്തറിയാം. അതിൻ്റെ സൗന്ദര്യവും ചരിത്രവും ജീവിതവും അനുഭവിച്ചറിയാം. ആഗ്രയുടെ ചരിത്രം വളരെ പഴക്കമുള്ളതാണ്. ഇത് മുഗൾ കാലഘട്ടത്തിന് മുൻപേ നിലനിന്നിരുന്ന ഒരു പ്രദേശമാണ്. താജ്മഹൽ, ആഗ്ര കോട്ട എന്നീ സ്മാരകങ്ങളിലൂടെയാണ് ആഗ്രയെ ലോകം കൂടുതൽ അറിയുന്നതെങ്കിലും അതിന് സമ്പന്നമായ ഒരു പഴയകാല ചരിത്രവുമുണ്ട്. ആഗ്രയെക്കുറിച്ചുള്ള ആദ്യകാല പരാമർശങ്ങൾ മഹാഭാരതത്തിൽ കാണാം. അഗ്രവന എന്നാണ് മഹാഭാരതത്തിൽ ആഗ്രയുടെ വിശേഷണം. പണ്ടുകാലത്തിത് കൃഷ്ണനും ഗോപികമാരുമൊക്കെ വിഹരിച്ചിരുന്ന വൃന്ദാവനത്തിന് സമീപമുള്ള ഒരു വനപ്രദേശമായിരുന്നിരിക്കാം. ആര്യന്മാരുടെ വാസസ്ഥലം എന്ന അർത്ഥത്തിൽ ആര്യഗ്രഹ എന്നൊരു വിശേഷണവും ചില പഴയ ഗ്രന്ഥങ്ങളിൽ കാണാം. AD 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് റോമൻ ഭൂമിശാസ്ത്രജ്ഞനായ ടോളമിയുടെ ജിയോഗ്രാഫിയ എന്ന പുസ്തകത്തിലാണ് ആദ്യമായി ആഗ്ര എന്നൊരു പരാമർശം ഈ പ്രദേശത്തെക്കുറിച്ച് കാണുന്നത്. 15-ാം നൂറ്റാണ്ടിൽ ഡൽഹി സുൽത്താനേറ്റിലെ ലോധി രാജവംശം അധികാരത്തിൽ വരുന്നതോടെയാണ് ആഗ്രയ്ക്ക് ചരിത്രത്തിൽ പ്രാധാന്യം കൈവരുന്നത്. ഇതിനു മുൻപ് ബാദൽഗഡ് എന്ന പേരിൽ ഇവിടെ ഒരു ഇഷ്ടികക്കോട്ട ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. 1504-ൽ സുൽത്താൻ സിക്കന്ദർ ലോധിയാണ് ആധുനിക ആഗ്ര നഗരം സ്ഥാപിച്ചത്. അദ്ദേഹം തൻ്റെ തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ആഗ്രയിലേക്ക് മാറ്റുകയും ഈ കോട്ടയിൽ നിന്ന് ഭരണം നടത്തുകയും ചെയ്തു. അതോടെ ആഗ്ര ഒരു പ്രധാന രാഷ്ട്രീയ കേന്ദ്രമായി മാറി. 1517-ൽ ലോധി ഈ കോട്ടയിൽ വെച്ച് മരണമടയുകയും ചെയ്തു. സിക്കന്ദർ ലോധിയുടെ മകൻ ഇബ്രാഹിം ലോധി 1526-ലെ 1-ാം പാനിപ്പത്ത് യുദ്ധത്തിൽ ബാബറിനോട് തോൽക്കുന്നതുവരെ കോട്ടയുടെ നിയന്ത്രണം നിലനിർത്തി. ഈ കാലത്ത് കോട്ടയ്ക്കുള്ളിൽ നിരവധി കൊട്ടാരങ്ങളും കിണറുകളും പള്ളികളുമൊക്കെ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. പാനിപ്പത്ത് യുദ്ധത്തിൽ ഇബ്രാഹിം ലോധിയെ തോൽപ്പിച്ച് ബാബർ ആഗ്ര പിടിച്ചടക്കിയതോടെയാണ് മുഗൾ സാമ്രാജ്യം ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെടുന്നത്. ബാബറാണ് യമുനാ നദിയുടെ തീരത്ത് ആദ്യത്തെ പേർഷ്യൻ ശൈലിയിലുള്ള പൂന്തോട്ടം നിർമ്മിച്ചത്. AD 1556-ൽ അക്ബർ ചക്രവർത്തി ഭരണമേറ്റെടുക്കുന്നതോടെയാണ് ആഗ്ര അതിൻ്റെ യഥാർത്ഥ പ്രൗഢിയിലെത്തുന്നത്. ആഗ്രയെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാക്കുകയും കോട്ട ചുവന്ന മണൽക്കൽ ഉപയോഗിച്ച് പുതുക്കി പണിയാനും തുടങ്ങി. ആ കാലത്ത് വാണിജ്യം, മതം, കല, പഠനം എന്നിവയുടെ ഒരു പ്രധാന കേന്ദ്രമായി ആഗ്ര മാറുകയും ചെയ്തു. കൂടാതെ ആഗ്രയ്ക്ക് പുറത്ത് ഫത്തേപൂർ സിക്രി എന്നൊരു പുതിയ നഗരവും അക്ബർ പണിതുയർത്തി. ആ കാലത്ത് ആഗ്ര അക്ബറാബാദ് എന്നും അറിയപ്പെട്ടിരുന്നു. പിന്നെ ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ് അങ്ങനെ 1526 മുതൽ AD 1707 വരെ നീണ്ടുനിന്നു ഇന്ത്യയിലെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഭരണകാലം. 1707-ൽ ഔറംഗസേബിൻ്റെ മരണശേഷം മുഗൾ സാമ്രാജ്യം തകർന്നടിയുകയും ചെയ്തു. പിന്നീടുള്ള ഒരു നൂറ്റാണ്ടുകാലം ജാട്ടുകൾ, മറാത്തകൾ, ഗ്വാളിയോറിലെ സിന്ധികൾ എന്നിവർ ആഗ്ര മാറി മാറി ഭരിച്ചു. 1803-ൽ ബ്രിട്ടീഷുകാർ ആഗ്ര പിടിച്ചെടുത്തതോടെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമാവുകയും ചെയ്തു. ആഗ്ര എന്നാൽ താജ്മഹൽ എന്നാണല്ലോ നമ്മുടെയൊക്കെ ഒരു ധാരണ. എന്നാൽ പ്രണയിനിക്ക് വേണ്ടി ഷാജഹാൻ നിർമ്മിച്ച ഒരു ലോകോത്തര വാസ്തുവിദ്യാത്ഭുതമായ ഒരു ശവകുടീരം എന്നതിനുമപ്പുറം ആഗ്രയുടെ ചരിത്രവുമായി താജ്മഹലിന് വലിയ ബന്ധമൊന്നുമില്ല എന്നതാണ് സത്യം. ആഗ്രയുടെ ചരിത്രം പ്രധാനമായും ആഗ്ര കോട്ടയുമായി ബന്ധിച്ച് കിടക്കുന്നതാണ്. ആഗ്രക്കോട്ടയുടെ മുൻപിലായി മറാത്ത സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായിരുന്ന ഛത്രപതി ശിവജിയുടെ ഒരു പ്രതിമ കാണാം. മുഗളാധിപത്യത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത ധീരനായ
ഛത്രപതി ശിവജിയെയും മകൻ സംഭാജിയെയും മുഗൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ക്രൂരനായ ഭരണാധികാരി എന്ന പേരെടുത്ത ഔറംഗസേബ് ഒരിക്കൽ ചതിയിലൂടെ തടവിലാക്കി. പക്ഷേ അതിവിദഗ്ധമായി ശിവജിയും മകനും തടവിൽ നിന്നും രക്ഷപ്പെട്ടു. ഭാരത ചരിത്രത്തിലെ തന്നെ ഏറ്റവും തന്ത്രപരവും പ്രസിദ്ധവുമായ ഒരു രക്ഷപ്പെടൽ ആയാണതിനെ കണക്കാക്കുന്നത്. പക്ഷേ കാലങ്ങൾക്ക് ശേഷം മുഗളാധിപത്യത്തിനെതിരെ പൊരുതിയ മകൻ സംഭാജി മഹാരാജനെ തന്ത്രപരമായി പിടികൂടിയ ഔറംഗസേബ് അതിപൈശാചികമായ രീതിയിലാണ് അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞത്. സംഭവബഹുലമായ ഈ കഥകളൊക്കെയും വീഡിയോയുടെ ഇടയിൽ മനസ്സിലാക്കാം. നമുക്ക് ഭാരത ചരിത്രത്തിലെ ഒട്ടേറെ പ്രധാന സംഭവങ്ങൾക്ക് വേദിയായ ആഗ്രയിലെ കാഴ്ചകളും കഥകളുമൊക്കെ ഒന്ന് വിശദമായി മനസ്സിലാക്കാം. പ്രയാഗ്രാജിൽ നിന്നും തിരികെ വരുന്ന വഴിക്കാണ് ആഗ്രയിൽ ഇറങ്ങിയത്. ബസ്സിൽ നിന്ന് ഇറങ്ങിയതും താജ്മഹലിനടുത്തായി റൂം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് എന്നെ ഒരു ഓട്ടോക്കാരൻ റാഞ്ചി പറഞ്ഞതും ഒരുമിച്ചായിരുന്നു. വെളുപ്പിനെ 5 മണി സമയം. നല്ല മഞ്ഞും തണുപ്പുമുണ്ട്. ഒരു ചൂട് ചായ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. എൻ്റെ ആഗ്രഹം മനസ്സിലാക്കിയിട്ടെന്ന പോലെ അയാൾ ഒരു പെട്ടിക്കടയുടെ മുമ്പിൽ കൊണ്ടുപോയി ഓട്ടോ നിർത്തി. ചോദ്യവും പറച്ചിലും ഒന്നുമില്ല. അയാൾ തന്നെ ഓർഡർ ചെയ്തു. 2 ചായ. ഈ തണുപ്പത്ത് ഭായിക്ക് ഒരു ചായ വേണ്ടിവരുമെന്ന് എനിക്കറിയാമായിരുന്നു. അയാൾ ചിരിച്ചുകൊണ്ട് എന്നെ നോക്കി പറഞ്ഞു. ചായ കുടിച്ചു കഴിഞ്ഞ് വീണ്ടും യാത്ര തുടർന്നു. ആഗ്ര കോട്ടയുടെ അടുത്തായി ഒരു റൂമും സംഘടിപ്പിച്ചു തന്നു. എന്നെ റൂമിലാക്കിയതിന് ശേഷമാണ് അയാൾ തിരികെ പോയത്. അധികം പൈസയൊന്നും വാങ്ങിയുമില്ല. ഒരു നല്ല മനുഷ്യൻ. ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ എന്ന് പറഞ്ഞ് നമ്പരും തന്നാണ് അയാൾ പോയത്. എന്തായാലും പിന്നെ ഉറങ്ങാനൊന്നും പോയില്ല. കുറച്ചു നേരം വിശ്രമിച്ചതിന് ശേഷം 7 മണിയോടെ കുളിയൊക്കെ കഴിഞ്ഞ് നഗരപ്രദക്ഷിണത്തിനിറങ്ങി. താമസിച്ച ആ ഹോട്ടലുകാർ തന്നെ മറ്റൊരു ഓട്ടോക്കാരനെയും ഏർപ്പാട് ചെയ്തു തന്നിരുന്നു. നഗരം മുഴുവനും ചുറ്റിക്കാണിക്കുന്നതിന് 750 രൂപ. അതത്ര കൂടുതലായിട്ട് തോന്നിയുമില്ല. വൈകുന്നേരം 5 മണി വരെയാണ് സമയം. ഓരോ സ്ഥലത്തും ആവശ്യത്തിനുള്ള സമയവും തരും. അയാൾ ആദ്യം എന്നെ കൊണ്ടുപോയത് അവിടെയുള്ള ഒരു ചെറിയ ക്ഷേത്രത്തിലേക്കാണ്. അവിടെ തൊഴുതതിന് ശേഷം പിന്നീട് പോയത് യമുനാ നദിയുടെ വടക്കേ തീരത്ത് താജ്മഹലിന് നേരെ എതിർവശത്തായുള്ള മേത്താബാഗ് എന്ന മനോഹരമായൊരു ഉദ്യാനത്തിലേക്കാണ്. മേത്താബാഗ് എന്നാൽ ചന്ദ്രൻ്റെ ഉദ്യാനം അല്ലെങ്കിൽ നിലാവുള്ള പൂന്തോട്ടം എന്നൊക്കെയാണ് അർത്ഥം. അകലെ നിന്ന് താജ്മഹലിൻ്റെ ദൃശ്യം ഏറ്റവും മനോഹരമായി ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണിത്. രാവിലെയാണത്ര ഇവിടെ വരേണ്ടത്. ഇവിടെ ചെറിയൊരു ഫീസുമുണ്ട്. മുഗളുദ്യാനങ്ങളുടെ തനതായ ശൈലിയായ ചാർബാഗ് മാതൃകയിലാണ് മേത്താബാഗ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പൂന്തോട്ടത്തെ 4 തുല്യ ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഇവയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന നടപ്പാതകളും ജലധാരകളും ഒക്കെയുണ്ട്. മുഗൾ ചക്രവർത്തി ബാബർ 16-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ യമുനയുടെ തീരത്ത് നിർമ്മിച്ച 11 ഉദ്യാനങ്ങളിൽ അവസാനത്തേതാണ് മേത്താബാഗ്. പിന്നീട് താജ്മഹൽ നിർമ്മിച്ച ഷാജഹാൻ ചക്രവർത്തി ഈ ഉദ്യാനം താജ്മഹലിൻ്റെ ഒരു പ്രധാന ഭാഗമായി തന്നെ വികസിപ്പിച്ചു. താജ്മഹലിൻ്റെ അതേ വീതിയിലാണ് ഈ പൂന്തോട്ടം നിർമ്മിച്ചിരിക്കുന്നത്. താജ്മഹലിനെ നിലാവുള്ള രാത്രിയിൽ നോക്കിക്കാണാൻ ഷാജഹാൻ ഈ ഉദ്യാനം ഉപയോഗിച്ചിരുന്നുവെന്ന് പറയപ്പെടുന്നു. താജ്മഹലിലെ വെണ്ണക്കല്ലിൻ്റെ നിറത്തോട് യോജിക്കുന്ന തരത്തിൽ വെളുത്ത കല്ലുകൾ കൊണ്ടുള്ള നടപ്പാതയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. പൂന്തോട്ടത്തിലൂടെ ഒഴുകുന്ന ചെറിയ നീർച്ചാലുകളും കുളങ്ങളുമൊക്കെ ഈ ഉദ്യാനത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. താജ്മഹലിൻ്റെ പ്രതിബിംബം ഈ കുളങ്ങളിൽ പതിക്കുന്നതും മനോഹരമായൊരു കാഴ്ചയാണ്. അനവധി വിവിധ തരത്തിലുള്ള പൂക്കളും ചെടികളുമൊക്കെ ഇവിടെ കാണാം. ഒരു വശം മുഴുവനും വൃക്ഷങ്ങളും പുൽമേടുകളുമൊക്കെയാണ്. വേനൽക്കാലമായതിനാൽ യമുനാ നദിയിൽ അധികം വെള്ളവുമില്ല. സൂര്യോദയ സമയത്ത് താജ്മഹലിൻ്റെ മകുടങ്ങളിൽ സൂര്യപ്രകാശം തട്ടി പ്രതിഫലിക്കുന്ന കാഴ്ച അതിമനോഹരമാണ്. ഈ ഉദ്യാനത്തിൽ യമുനാ തീരത്തോട് ചേർന്നായി ഒരു വലിയ നിർമ്മിതിയുടെ അവശിഷ്ടങ്ങളും കാണാം. വെളുത്ത താജ്മഹൽ പോലെ കറുത്ത താജ്മഹൽ എന്നൊരു കഥ കേട്ടിട്ടുണ്ടോ? അതിൻ്റെ അവശിഷ്ടങ്ങളാണിതെന്ന് പറയപ്പെടുന്നു. താജ്മഹൽ വെളുത്ത മാർബിൾ ശിലയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ കറുത്ത മാർബിളിൽ നിർമ്മിച്ച ഒരു 2ാം ശവകുടീരം താജ്മഹലിന് നേരെ എതിർവശത്തായി ഈ മേത്താബാഗിൽ നിർമ്മിക്കാൻ ഷാജഹാൻ പദ്ധതി ഇട്ടിരുന്നുവെന്ന് പറയപ്പെടുന്നു. പക്ഷേ നിർമ്മാണം തുടങ്ങി വെച്ചെങ്കിലും മകൻ ഔറംഗസേബ് ഷാജഹാനെ തടവിലാക്കിയതുകൊണ്ട് അതിൻ്റെ നിർമ്മാണം പൂർത്തിയായില്ല എന്നും പറയപ്പെടുന്നു. 19-ാം നൂറ്റാണ്ടിൽ ആഗ്ര സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായ ജീൻ ബാപ്റ്റിസ്റ്റ് ടാവർണിയറുടെ യാത്രാവിവരണങ്ങളിൽ നിന്നുമാണ് ഈ ഒരു ചരിത്രം മനസ്സിലാവുന്നത്. എങ്കിലും ഈ ഒരു കഥയ്ക്ക് ഒരു സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഉദ്യാനത്തിൽ പഴയകാലത്ത് നിർമ്മിച്ച ഒരു കിണറും കാണാം. ഇവിടെ നിന്നും ബേബി താജ്മഹൽ എന്നറിയപ്പെടുന്ന ഇത്തിമാദ് ദൗളയുടെ ശവകുടീരം കാണാനാണ് പോയത്. താജ്മഹലിൻ്റെ ഒരു ചെറു പതിപ്പ് തന്നെയാണിത്. യമുനാ നദിയുടെ കിഴക്കൻ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വെളുത്ത മാർബിളിൽ തീർത്ത ഈ നിർമ്മിതി താജ്മഹലിന് മുൻപേ നിർമ്മിച്ചതാണ്. താജ്മഹലിൻ്റെ നിർമ്മാണത്തിന് ഷാജഹാന് പ്രചോദനമായത് ഈ ഒരു നിർമ്മിതി ആയിരുന്നതിനാലാണ്
ഇതിനെ ബേബി താജ്മഹൽ എന്ന് വിളിക്കുന്നത്. മുഗൾ വാസ്തുവിദ്യയിൽ പിയത്ര ഡ്യൂറ എന്ന ശൈലി ആദ്യമായി ഉപയോഗിച്ചത് ഇവിടെയാണ്. അതായത് മാർബിളിൽ വിലയേറിയ രത്നക്കല്ലുകളും മറ്റും പതിപ്പിച്ച് അലങ്കരിക്കുന്ന ഒരു രീതി. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായി വെളുത്ത മാർബിൾ ശിലയിൽ നിർമ്മിച്ച ശവകുടീരം എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഈ ശവകുടീരം മുഗൾ ചക്രവർത്തി ജഹാംഗീറിൻ്റെ ഭാര്യയും മുഗൾ സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തിയായ രാജ്ഞിമാരിൽ ഒരാളുമായിരുന്ന നൂർജഹാൻ്റെ പിതാവായ മിർസ ഗിയാസ് ബേഗിൻ്റെ ഓർമ്മയ്ക്കായി നൂർജഹാൻ നിർമ്മിച്ചതാണിത്. ആ ഒരു കഥ ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. നമുക്കാദ്യം ഇവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം, എന്നിട്ട് കഥ പറയാം. തിരക്കേറിയ പ്രധാന റോഡിൽ നിന്നും മതിൽക്കെട്ടിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു ശാന്തമായ അന്തരീക്ഷമാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. ചുവന്ന മണൽക്കല്ലിൽ നിർമ്മിച്ച 2 വലിയ കവാടങ്ങളാണ് പ്രധാന ആകർഷണം. 4 വശങ്ങളിലും കവാടങ്ങളുണ്ടെങ്കിലും കിഴക്ക് വശത്തുള്ളതാണ് പ്രധാന പ്രവേശന കവാടം. ഈ കവാടങ്ങളിൽ അകത്തും പുറത്തുമായി സൂക്ഷ്മമായ കൊത്തുപണികളും ജാമിതീയ രൂപങ്ങളുമൊക്കെ കാണാം. കവാടം കടന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്നത് മുഗൾ ശൈലിയിലുള്ള ഒരു ചാർബാഗ് പൂന്തോട്ടമാണ്. അതായത് മേത്താബാഗ് പോലെ തന്നെ സമചതുരാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്നവ. ഈ പൂന്തോട്ടവും നടപ്പാതകളും നീർച്ചാലുകളും നിരവധി ചെടികളും വൃക്ഷങ്ങളും ഒക്കെ നിറഞ്ഞതാണ്. ഈ മനോഹരമായ ഉദ്യാനത്തിന് മധ്യത്തിലായിട്ടാണ് പ്രധാന കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തെന്നാൽ ഏത് വശത്തു നിന്ന് നോക്കിയാലും ഈ നിർമ്മിതി ഒരേപോലെ തന്നെ തോന്നും എന്നതാണ്. രസകരമായ മറ്റൊരു കാര്യം, ഈ സ്മാരകത്തിലെ കൊത്തുപണികൾ താജ്മഹലിനേക്കാൾ മികച്ചതാണെന്ന് പറയപ്പെടുന്നു. പൂന്തോട്ടത്തിന് നടുവിലുള്ള ഒരു വെള്ളി രത്നപ്പെട്ടിയുടെ ആകൃതിയിലാണ് നിർമ്മാണം. തോംബിന്നെ ഗാർഡൻ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേകതരം വാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് യമുനാ നദിയുടെ തീരത്തുള്ള ശാന്തവും പച്ചപ്പ് നിറഞ്ഞതുമായ ഈ ശവകുടീരം. ചെറിയൊരു കൊട്ടാരം പോലെ തോന്നിക്കുന്ന ഇതിന് 4 മിനാരങ്ങളുണ്ട്. ഈ മിനാരങ്ങൾ താജ്മഹലിൻ്റെ മിനാരങ്ങളോട് സാമ്യമുള്ളവയാണെങ്കിലും വലിപ്പത്തിൽ ചെറുതാണ്. കെട്ടിടത്തിൻ്റെ പുറം ഭിത്തികളിൽ സൂക്ഷ്മമായ പിയത്ര ഡ്യൂറ കൊത്തുപണികളും കാണാം. പൂക്കൾ, മരങ്ങൾ, പഴങ്ങൾ, മൃഗങ്ങൾ, പക്ഷികൾ, വൈൻ പാത്രങ്ങൾ എന്നിങ്ങനെ പല രൂപത്തിൽ മാർബിൾ തുരന്ന് അതിൽ വർണ്ണക്കല്ലുകൾ പതിപ്പിച്ചാണ് ഓരോ രൂപവും നിർമ്മിച്ചിരിക്കുന്നത്. എന്തിന്, ജനലുകൾ പോലും മാർബിൾ തുരന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ കെട്ടിടത്തിനുള്ളിലേക്ക് കയറണമെങ്കിലും ചില നിബന്ധനകളൊക്കെയുണ്ട്. ചെരിപ്പൂരി കാല് കഴുകി അവർ തരുന്ന സോക്സ് ഇട്ടുകൊണ്ട് വേണം അകത്തേക്ക് കയറാൻ. പിന്നെ മറ്റു ചില നിബന്ധനകളുമുണ്ട്. അകത്തേക്ക് കയറിയാലും ഭിത്തികളിലും മുകൾത്തട്ടിലുമൊക്കെ ചിത്രകലകളുടെ ഗംഭീര കാഴ്ചകളാണ് കാണാൻ കഴിയുക. പുറത്തെ ചൂടിൽ നിന്നും ഒരു AC റൂമിലേക്ക് കയറിയ പ്രതീതി. കെട്ടിടത്തിൻ്റെ മധ്യഭാഗത്താണ് മിർസ ഗിയാസ് ബേഗ് എന്ന ഇത്തിമാദ് ഉദ് ദൗളയുടെ ശരീരം സംസ്കരിച്ചിരിക്കുന്ന പ്രധാന അറ. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ശവകുടീരവും അടുത്തു തന്നെ കാണാം. പുറത്ത് കണ്ടതിനേക്കാൾ കൂടുതൽ സൂക്ഷ്മവും വർണ്ണാഭവുമാണ് ഇതിനുള്ളിലെ കൊത്തുപണികൾ. അറയുടെ ഭിത്തികളിലെ ഓരോ ഇഞ്ചിലും അതിമനോഹരമായ രൂപകൽപ്പനകൾ കാണാം. പൂക്കളുടെ ചിത്രങ്ങൾ, പക്ഷികളുടെ രൂപങ്ങൾ, പേർഷ്യൻ ഡിസൈനുകൾ, ഖുറാനിലെ വാക്യങ്ങൾ കാലിഗ്രാഫി ശൈലിയിൽ എഴുതിയത്, ഇവയെല്ലാം മാർബിളിൽ പതിപ്പിച്ച വിലയേറിയ കല്ലുകളാൽ തീർത്തിരിക്കുന്നു. സൂര്യപ്രകാശത്തിൽ ഈ കല്ലുകൾ തിളങ്ങുന്നത് ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അറയുടെ ജനലുകളിൽ കൊത്തിയെടുത്ത കല്ലുകൾ കൊണ്ടുള്ള ജാലി വർക്കുകൾ അകത്തേക്ക് വെളിച്ചം കടത്തിവിടുകയും, എന്താ പറയുക, ആ വെളിച്ചവും നിഴലും ചേർന്ന് ഭിത്തികളിൽ ഒരുതരം മായാജാലങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. നൂർജഹാൻ്റെ ബന്ധുക്കളിൽ പലരെയും ഈ കെട്ടിടത്തിൻ്റെ പല ഭാഗങ്ങളിലായി അടക്കം ചെയ്തിട്ടുമുണ്ട്. മുകൾ ഭാഗത്തും ചെറിയ ഇടനാഴികളും മുറികളുമൊക്കെയുണ്ട്. അവിടെയും താഴത്തേതിന് സമാനമായ കൊത്തുപണികൾ കാണാൻ സാധിക്കും. കോട്ടയുടെ 4 വശത്തും കവാടങ്ങളുണ്ട്. അതുപോലെ മതിൽക്കെട്ടിൻ്റെ ഓരോ മൂലയ്ക്കും കാവൽ ഭടന്മാർക്ക് നിൽക്കാനുള്ള ഭാഗങ്ങളും കാണാം. യമുനാ നദിയുടെ ഭാഗത്തേക്ക് തുറക്കുന്ന ആ കവാടത്തിലൂടെയുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. മതിൽക്കെട്ടിൻ്റെ വശങ്ങളിലായുള്ള ഒരു ഭാഗത്ത് താഴെ ഒരു ജയിലറയും വലിയൊരു കിണറുമൊക്കെ കാണാം. ഇനി നമുക്ക് ഇത്തിമാദ് ഉദ് ദൗള എന്ന നൂർജഹാൻ്റെ പിതാവായ മിർസ ഗിയാസ് ബേഗിൻ്റെ കഥ കൂടി ഒന്ന് കേൾക്കാം. പേർഷ്യയിലെ ടെഹ്റാനിലുള്ള ഒരു സാധാരണ കുടുംബത്തിലാണ് മിർസ ഗിയാസ് ബേഗ് ജനിക്കുന്നത്. 1576-ൽ പിതാവിൻ്റെ മരണശേഷം അദ്ദേഹവും കുടുംബവും കടുത്ത ദാരിദ്ര്യത്തിലായി. കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിതം തേടി ഗിയാസ് ബേഗും ഗർഭിണിയായ ഭാര്യ ഇസ്മത് ബീഗവും തങ്ങളുടെ 3 മക്കളോടൊപ്പം ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. കഷ്ടകാലത്തിന് അവർ വരുന്ന വഴിയിൽ കവർച്ചക്കാർ അവരുടെ സമ്പാദ്യവും മുഴുവൻ കവർന്നെടുത്തു. യാതനകൾ സഹിച്ചുള്ള ഈ യാത്രയ്ക്കിടെ അവർക്കൊരു പെൺകുഞ്ഞുകൂടി ജനിച്ചു. കഷ്ടപ്പാടുകൾ മൂലം ഈ കുട്ടിയെ വഴിയിൽ ഉപേക്ഷിക്കുവാൻ പോലും അവർ ആലോചിച്ചു അത്രേ. എന്തായാലും അതൊന്നും ഉണ്ടായില്ല. അങ്ങനെ അവർ ഇന്ത്യയിലേക്കെത്തി. ആ പെൺകുട്ടി വളർന്നാണ് മെഹറുന്നുസ എന്ന മുഗൾ ചരിത്രത്തിലെ തന്നെ പ്രധാന വ്യക്തിത്വമായി മാറിയ നൂർജഹാനായി മാറിയത്.
ഭാഗ്യവശാൽ ഇന്ത്യയിലെത്തിയ അവർക്ക് ഒരു വ്യാപാരിയുടെ സഹായം ലഭിക്കുകയും അതവരെ മുഗൾ ചക്രവർത്തി അക്ബറിൻ്റെ ദർബാറിൽ എത്തിക്കുകയും ചെയ്തു. താമസിയാതെ മിർസ ഗിയാസ് ബേഗ് തൻ്റെ കഴിവും സാമർഥ്യവും കൊണ്ട് അക്ബറിൻ്റെ കീഴിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായി മാറുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കഴിവിൽ സന്തുഷ്ടനായ അക്ബർ ചക്രവർത്തി ഇത്തിമാദ് ഉദ് ദൗള എന്ന പദവി നൽകി ആദരിക്കുകയും ചെയ്തു. പില്ലർ ഓഫ് ദി സ്റ്റേറ്റ് എന്നാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ കാലത്തിനിടയിൽ മെഹറുന്നിസ എന്ന നൂർജഹാനും അക്ബറിൻ്റെ പുത്രനായ ജഹാംഗീറും തമ്മിൽ അടുപ്പത്തിലാവുകയും അത് അവരുടെ വിവാഹത്തിൽ കലാശിക്കുകയും ചെയ്തു. പിന്നീട് ജഹാംഗീർ ഭരണമേറ്റ കാലത്ത് നൂർജഹാൻ മുഗൾ ദർബാറിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. ആ കാലത്ത് നൂർജഹാൻ തൻ്റെ പിതാവിനെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി നിയമിക്കുകയും അദ്ദേഹം തൻ്റെ ഉത്തരവാദിത്തം വളരെ ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു. 1622 മിർസ ഗിയാസ് ബേഗ് അന്തരിച്ചപ്പോൾ അദ്ദേഹത്തോടുള്ള ആദരവും സ്നേഹവും പ്രകടിപ്പിക്കാനായി മകൾ നൂർജഹാൻ നിർമ്മിച്ചതാണ് ഇത്തിമാദ് ഉദ് ദൗള എന്ന മനോഹരമായ ഈ ശവകുടീരം. 1622 നിർമ്മാണം ആരംഭിച്ച് 1628 ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. ഈ ശവകുടീരം മുഗൾ വാസ്തുവിദ്യയുടെ വികാസത്തിലെ ഒരു പ്രധാന ഘട്ടമായി തന്നെ അടയാളപ്പെടുത്തുന്നു. പേർഷ്യൻ വാസ്തുവിദ്യയും ഭാരതീയ വാസ്തുവിദ്യയും സംയോജിപ്പിച്ച് അതിസൂക്ഷ്മമായ കൊത്തുപണികളോടെ ഒരു പുതിയ ശൈലിക്ക് തന്നെ തുടക്കം കുറിച്ചു. ഇത് കേവലം ഒരു ശവകുടീരം മാത്രമല്ല, മുഗൾ സാമ്രാജ്യത്തിലെ ശക്തയായ ഒരു രാജ്ഞി തൻ്റെ പിതാവിനോടുള്ള സ്നേഹവും ബഹുമാനവും പ്രകടമാക്കിയതിൻ്റെ ഒരു ദൃശ്യരൂപം കൂടിയാണ്. ബേബി താജ്മഹലിൽ നിന്നും നേരെ പോയത് ആഗ്രയിലെ ചെങ്കോട്ട എന്നുകൂടി അറിയപ്പെടുന്ന ആഗ്ര ഫോർട്ടിലേക്കാണ്. ആധുനികതയുടെ കടന്നുവരവുകൾ ഒരുപാടുണ്ടായിട്ടുണ്ടെങ്കിലും ഈ നഗരം അതിൻ്റെ പൗരാണികത ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു. പഴയ കാളവണ്ടികളും കുതിരവണ്ടികളുമൊക്കെ നഗരത്തിൽ ഇന്നും സുലഭമാണ്. വായുമലിനീകരണ തോത് വളരെ കൂടുതലുള്ള ഒരു സ്ഥലമാണ് ആഗ്ര. അതുകൊണ്ട് തന്നെ മാസ്ക് ധരിച്ച് പുറത്തിറങ്ങുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. അതുപോലെ യമുനാ നദിയും മലിനമാകാവുന്നതിൻ്റെ അപ്പുറവുമായി കഴിഞ്ഞിരിക്കുന്നു. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആഗ്ര കോട്ടയുടെ വശങ്ങളിലൂടെയാണ്. നഗരമധ്യത്തിലായി ഏതാണ്ട് 2.5 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന ഒരു കോട്ടയാണിത്. ആഗ്ര കോട്ട ഒരു സാധാരണ കോട്ടയല്ല, മറിച്ച് മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഒരു വലിയ ചരിത്രമുറങ്ങുന്ന സ്ഥലമാണിത്. യമുനാ നദിയുടെ വലത് കരയിലാണ് ആഗ്ര കോട്ട സ്ഥിതി ചെയ്യുന്നത്. 16-ാം നൂറ്റാണ്ടിൽ മുഗൾ രാജാവായ അക്ബർ ചക്രവർത്തിയാണ് ഇപ്പോൾ കാണുന്ന ഈ കോട്ടയുടെ നിർമ്മാണം ആരംഭിച്ചത്. ഡൽഹിയിൽ നിന്ന് ആഗ്രയിലേക്ക് തലസ്ഥാനം മാറ്റിയ ആദ്യത്തെ ഡൽഹി സുൽത്താനാണ് സിക്കന്ദർ ലോധി. AD 1487 മുതൽ 1517 വരെയായിരുന്നു സിക്കന്ദർ ലോധിയുടെ കാലഘട്ടം. 1517 സിക്കന്ദർ ലോധി മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ഇബ്രാഹിം ലോധി 1526 പാനിപ്പത്ത് യുദ്ധത്തിൽ ബാബറിനോട് പരാജയപ്പെട്ട് കൊല്ലപ്പെടുന്നതുവരെ 9 വർഷം ഈ കോട്ട കൈവശം വെച്ചു. ബാബർ തൻ്റെ മകൻ ഹുമയൂണിനെ ആഗ്രയിലേക്ക് അയക്കുകയും അദ്ദേഹം കോട്ട പിടിച്ചടക്കുകയും ലോകപ്രശസ്തമായ കോഹിനൂർ വജ്രം ഉൾപ്പെടെയുള്ള ഒരു വലിയ നിധി തന്നെ കൈക്കലാക്കുകയും ചെയ്തു. ബാബർ ഇവിടെ ഒരു വലിയ പടിക്കെട്ട് മതിൽ നിർമ്മിക്കുകയും ചെയ്തു. 1530 ഹുമയൂണിൻ്റെ കിരീടധാരണവും ഇവിടെ വച്ചാണ് നടന്നത്. അതുപോലെ 1/2 ദിവസത്തേക്ക് ഒരാളെ രാജാവാക്കിയ ഒരു ചരിത്രവും കോട്ടയ്ക്ക് പറയാനുണ്ട്. ഹുമയൂൺ ഒരിക്കൽ മുങ്ങി മരിക്കാൻ തുടങ്ങിയപ്പോൾ രക്ഷിച്ച വള്ളക്കാരനായ നസാമിനെയാണ് 1/2 ദിവസത്തെ ചക്രവർത്തിയായി കിരീടധാരണം ചെയ്തത്. 1540 ബിൽഗ്രാമിൽ ഹുമയൂണിൻ്റെ പരാജയത്തിന് ശേഷം സൂർ രാജവംശത്തിലെ ഷേർഷാ ആഗ്രക്കോട്ട പിടിച്ചടക്കി. പിന്നീടെത്തിയ അക്ബറാണ് ഷേർഷായുടെ കയ്യിൽ നിന്നും കോട്ടയുടെ ഭരണം തിരിച്ചു പിടിക്കുന്നത്. 1558 അക്ബർ ആഗ്രയിലെത്തുകയും ചുവന്ന മണൽക്കല്ലുകൊണ്ട് കോട്ട പുതുക്കി പണിയാൻ അദ്ദേഹം ഉത്തരവിടുകയും ചെയ്തു. അക്ബറിൻ്റെ പ്രധാന ലക്ഷ്യം ഒരു സൈനിക കേന്ദ്രം എന്നതിലുപരി തൻ്റെ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ആഗ്രയിലേക്ക് മാറ്റുക എന്നതായിരുന്നു. ദിവസവും ഏകദേശം 4000-ഓളം ജോലിക്കാർ ഇവിടെ ജോലി ചെയ്തു. 8 വർഷം കൊണ്ട് 1573 ഇത് പൂർത്തിയാവുന്നത്. അർദ്ധവൃത്താകൃതിയിലുള്ള ഈ കോട്ടയ്ക്ക് ചുറ്റും 21.4 മീറ്റർ ഉയരമുള്ള ഒരു വലിയ കോട്ടമതിലുണ്ട്. കൂടെ ഇരട്ട കൊത്തളങ്ങളും വിശാലമായ കൂറ്റൻ വൃത്താകൃതിയിലുള്ള കൊത്തളങ്ങളും ഇടപെട്ട് നിർമ്മിച്ചിട്ടുണ്ട്. 4 വശങ്ങളിലും 4 കവാടങ്ങളുണ്ട്. ഒരു കവാടത്തെ ഖിസ്രി ഗേറ്റ് അഥവാ ജലകവാടം എന്ന് വിളിച്ചിരുന്നു. ഇത് യമുനാ നദീതീരത്തേക്ക് തുറക്കുന്നതാണ്. കോട്ടയുടെ പ്രധാന പ്രവേശന കവാടമായ അമർസിംഗ് ഗേറ്റ് വഴിയാണ് സന്ദർശകർക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുന്നത്. പ്രകൃതി ദുരന്തങ്ങളെയും ശത്രുക്കളുടെ ആക്രമണത്തെയും ഒക്കെ അതിജീവിച്ച ഈ ഭീമാകാരമായ കോട്ട 94 ഏക്കർ വിസ്തൃതിയിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. നിലവിൽ ഈ കോട്ടയ്ക്കുള്ളിൽ 24ഓളം സ്മാരകങ്ങളുണ്ട്.
അക്ബറിൻ്റെ കൊട്ടാരം ചരിത്രകാരനായ അബുൽ ഫസൽ ഇവിടെ ബംഗാളി ഗുജറാത്തി ശൈലിയിൽ 500ഓളം കെട്ടിടങ്ങൾ നിർമ്മിച്ചിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കെട്ടിടങ്ങളിൽ ഭൂരിഭാഗവും ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നു. ഷാജഹാന്റെ കാലത്ത് വെളുത്ത മാർബിൾ കൊട്ടാരങ്ങൾ നിർമ്മിക്കുന്നതിനായി ഇവയിൽ പലതും പൊളിച്ചു മാറ്റിയിരുന്നു. അതുപോലെ ബ്രിട്ടീഷുകാരുടെ കാലം വന്നപ്പോൾ ബാരക്കുകൾ നിർമ്മിക്കുന്നതിനായി മിക്ക കെട്ടിടങ്ങളും നശിപ്പിച്ചിരുന്നു. തെക്ക് കിഴക്ക് ഭാഗത്തായി 30ഓളം മുഗൾ കെട്ടിടങ്ങൾ മാത്രമേ അതിജീവിച്ചിട്ടുള്ളൂ. ഇവയിൽ ഡൽഹി ഗേറ്റ്, അക്ബരി ഗേറ്റ്, ബംഗാളി മഹൽ എന്നിവ അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിച്ച കെട്ടിടങ്ങളാണ്. ജഹാംഗീർ കൂടുതലും ലാഹോറിലും കാശ്മീരിലുമൊക്കെയാണ് താമസിച്ചിരുന്നത്. എങ്കിലും പതിവായി ഇവിടം സന്ദർശിക്കുകയും താമസിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നീട് ഷാജഹാന്റെ കാലത്ത് മോത്തി മസ്ജിദ്, നാഗിന മസ്ജിദ്, മിന മസ്ജിദ് എന്നിങ്ങനെ വെളുത്ത മാർബിൾ ശിലയിൽ 3 പള്ളികളും സ്ഥാപിച്ചു. ഈ കാലത്താണ് താജ്മഹലിൻ്റെ നിർമ്മാണം. ഷാജഹാൻ പെട്ടെന്ന് രോഗബാധിതനായപ്പോൾ മക്കൾക്കിടയിൽ രക്തരൂഷിതമായ പിന്തുടർച്ചാവകാശം പൊട്ടിപ്പുറപ്പെട്ടു. ഇളയ മകൻ ഔറംഗസേബ് അതിൽ വിജയിക്കുകയും ചെയ്തു. 1666 ഷാജഹാൻ മരിക്കുന്നതുവരെ മകനായ ഔറംഗസേബ് സ്വന്തം പിതാവായ ഷാജഹാനെ ഈ കോട്ടയ്ക്കുള്ളിൽ തടവിലിട്ടിരുന്നു. ആ തടവറയൊക്കെ ഇന്നും കാണാം. മരണശേഷം ഷാജഹാനെ താജ്മഹലിൽ അടക്കം ചെയ്യുകയും ചെയ്തു. AD 1638 ഷാജഹാൻ തൻ്റെ തലസ്ഥാനം ഔദ്യോഗികമായി ഡൽഹിയിലേക്ക് മാറ്റിയിരുന്നുവെങ്കിലും അദ്ദേഹം ഇവിടെ തന്നെ തുടരുകയായിരുന്നു. ഷാജഹാന്റെ മരണശേഷം ആഗ്രയ്ക്ക് അതിൻ്റെ മഹത്വം നഷ്ടപ്പെട്ടു. മുഗൾ ഭരണാധികാരികളിലെ ക്രൂരന്മാരിലൊരാളായ ഔറംഗസേബ് പ്രാദേശികമായ സംഘർഷങ്ങളിലും യുദ്ധങ്ങളുമൊക്കെയായി എക്കാലവും തിരക്കിലായിരുന്നു. 1666 ഛത്രപതി ശിവജി ആഗ്രയിലെത്തുകയും കോട്ടയ്ക്കുള്ളിലെ ദിവാനി ഖാസിൽ വെച്ച് ഔറംഗസേബിനെ കണ്ടുമുട്ടുകയും ചെയ്തു. 1707 ഔറംഗസേബ് അന്തരിക്കുന്നത്. ആഗ്രക്കോട്ടയുടെ ചരിത്രം ഉപരോധങ്ങളുടെയും കൊള്ളയുടെയും ഒക്കെ ഒരു കഥയാണ്. ഔറംഗസേബിന് ശേഷം ജാട്ടുകളും മറാത്തകളും കോട്ട കൈവശം വെച്ചിരുന്നു. ഒടുവിൽ 1803 ബ്രിട്ടീഷുകാർ കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തു. 1983 മുഗൾ ഭരണകാലത്തെ പ്രാധാന്യം കാരണം ആഗ്രക്കോട്ടയെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലും ഉൾപ്പെടുത്തി. ആഗ്രക്കോട്ടയുടെ ചുരുങ്ങിയ ഒരു ചരിത്രം ഇതാണ്. ഒരു ഗൈഡിൻ്റെ സഹായമില്ലാതെ കോട്ടയിൽ കയറിയതുകൊണ്ട് തന്നെ ഓരോ ഭാഗമായി വിവരിക്കുക എന്നതും ബുദ്ധിമുട്ടാണ്. എങ്കിലും തിരിച്ചറിയാൻ കഴിഞ്ഞ ചില ഭാഗങ്ങളൊന്ന് കാണാം. ഉദ്യാനങ്ങളും പുൽത്തകിടികളും ജലധാരകളും വൃക്ഷങ്ങളുമൊക്കെയായി അതിമനോഹരമായിട്ടാണ് ഈ കോട്ട സംരക്ഷിച്ചിരിക്കുന്നത്. മതിലുകളാൽ ചുറ്റപ്പെട്ട ഒരു കൊട്ടാര നഗരം തന്നെയാണിത്. ആഗ്രക്കോട്ടയ്ക്ക് നിരവധി പ്രവേശന കവാടങ്ങളുണ്ടായിരുന്നുവെങ്കിലും ചരിത്രപരമായും വാസ്തുവിദ്യാപരമായും പ്രാധാന്യമുള്ള 2 ഗേറ്റുകളാണ് ഡൽഹി ഗേറ്റും ലാഹോർ ഗേറ്റ് എന്നുകൂടി അറിയപ്പെടുന്ന അമർസിംഗ് ഗേറ്റും. ആഗ്രക്കോട്ടയിലെ ഏറ്റവും വലുതും ഗംഭീരവുമായ പ്രവേശന കവാടമായി ഡൽഹി ഗേറ്റിനെ കണക്കാക്കപ്പെടുന്നു. വളരെ ഉയരമുള്ളതും ബലമേറിയതുമായ ചുവന്ന മണൽക്കല്ലിനാണിത് നിർമ്മിച്ചിരിക്കുന്നത്. പ്രതിരോധത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു രൂപകൽപ്പനയാണിത്. ആക്രമണകാരികളെ ആശയക്കുഴപ്പത്തിലാക്കുന്നതിനും നേരിട്ടുള്ള പ്രവേശനം തടയുന്നതിനുമായി ഒരു വളഞ്ഞ പാതയും ഇവിടെ ഉണ്ട്. ഡൽഹി ഗേറ്റ് അക്ബർ ചക്രവർത്തിയുടെ ഔദ്യോഗികമായ പ്രവേശന കവാടമായിരുന്നു. അദ്ദേഹത്തെ കൂടാതെ സൈന്യവും പ്രധാന അതിഥികളും മാത്രമാണ് ഇതിലെ പ്രവേശിച്ചിരുന്നത്. ഒരു സുരക്ഷാ കവാടമായിരുന്ന ഈ ഗേറ്റ് ഇന്നും പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനാവില്ല. കാരണം കോട്ടയുടെ ഈ ഭാഗം ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഉപയോഗത്തിലാണ്. ഇപ്പോൾ പൊതുജനങ്ങൾക്ക് പ്രവേശനമുള്ള അമർസിംഗ് ഗേറ്റ് ആദ്യകാലത്ത് ലാഹോർ ഗേറ്റ് എന്ന് അറിയപ്പെട്ടിരുന്നുവെങ്കിലും പിന്നീട് ഇതിന് അമർസിംഗ് ഗേറ്റ് എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. ചുവന്ന മണൽക്കല്ലിൽ നിർമ്മിച്ച ഈ ഗേറ്റും സുരക്ഷയ്ക്ക് ഊന്നൽ നൽകി നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇവിടെയും വളഞ്ഞ വഴികളും ഉയർന്ന മതിൽക്കെട്ടുകളുമൊക്കെ കാണാം. കോട്ടയ്ക്കുള്ളിലെ പ്രധാന കൊട്ടാരങ്ങളിലൊന്നാണ് ജഹാംഗീർ മഹൽ. അക്ബറിൻ്റെ കാലത്തെ മുഗൾ വാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നാണിത്. ജഹാംഗീറിന് വേണ്ടി പിതാവായ അക്ബർ ചക്രവർത്തിയാണ് ഇത് പണി കഴിപ്പിച്ചത്. ചുവന്ന മണൽക്കല്ലിൽ നിർമ്മിച്ച ഈ കൊട്ടാരത്തിൽ ഭാരതത്തിലെയും പേർഷ്യൻ മധ്യേഷ്യൻ വാസ്തുവിദ്യാ ശൈലികളുടെയും ഒരു സങ്കലനം തന്നെ കാണാം. ഈ വലിയ കൊട്ടാരം പ്രധാനമായും മുഗൾ രാജ്ഞിമാർക്കും അന്തപുരത്തിലെ മറ്റു സ്ത്രീകൾക്കും വേണ്ടിയുള്ള താമസ സ്ഥലമായിരുന്നു. ജഹാംഗീർ മഹലിൻ്റെ മുൻപിലായി വലിയൊരു കൽത്തൊട്ടി കാണാം. ഇത് കുളിക്കാനായി ഉപയോഗിച്ചിരുന്നതാണ്. ഇതിന് 5 അടി ഉയരവും 8 അടി വ്യാസവും 25 അടി ചുറ്റളവുമുണ്ട്. ജഹാംഗീരി മഹലിനും ഖാസ് മഹലിനും ഇടയിലായി കാണുന്നതാണ് ഷാജഹാനി മഹൽ. ഇത് ഷാജഹാൻ ചക്രവർത്തിയുടെ സ്വകാര്യ കൊട്ടാരമായിരുന്നു. തൻ്റെ പുത്രിമാരായ ജഹനാര, റോഷനാര എന്നിവർക്കായി നിർമ്മിച്ചതാണിത്. ഇതിന് മുൻപിലുള്ള മനോഹരമായ പൂന്തോട്ടം രാജകുടുംബത്തിൻ്റെ വിനോദത്തിനുള്ള ഇടമായിരുന്നു. ഇതിൻ്റെ അപ്പുറത്തുള്ളതാണ് ഖാസ് മഹൽ.
ഈ കൊട്ടാരവും ഷാജഹാൻ ചക്രവർത്തി നിർമ്മിച്ചതാണ്. വെണ്ണക്കല്ലിൽ തീർത്ത ഈ കൊട്ടാരവും മുഗൾ ശൈലിയുടെ ഒരു മകുടോദാഹരണമാണ്. പേർഷ്യൻ രീതിയിലുള്ള കൊത്തുപണികളും ഇവിടെ കാണാം. ഈ കൊട്ടാരത്തിന് മുൻപിലും ചാർബാഗ് ശൈലിയിലുള്ള ഒരു പൂന്തോട്ടമുണ്ട്. ഷാജഹാന്റെ കാലഘട്ടത്തിലെ മറ്റൊരു മാസ്റ്റർ പീസാണ് പൂർണ്ണമായും വെളുത്ത മാർബിളിൽ നിർമ്മിച്ച മോത്തി മസ്ജിദ്. മനോഹരമായ മിനാരങ്ങളും കമാനങ്ങളും ധാരാളം കൊത്തുപണികളുമൊക്കെ ഇവിടെയും കാണാം. മാർബിളിൻ്റെ തിളക്കവും മിനുസവും മൂലം ഇതിന് മുത്തുപള്ളി എന്ന പേരുമുണ്ട്. ഈ പള്ളി പ്രധാനമായും ചക്രവർത്തിക്കും രാജസദസ്സിലെ അംഗങ്ങൾക്കും വേണ്ടിയുള്ളതായിരുന്നു. കോട്ടയ്ക്കുള്ളിലെ പ്രധാന പള്ളിയും ഇതുതന്നെയാണ്. അടുത്തതായി കാണേണ്ടത് ദിവാൻ ഇ ആം എന്ന ഭാഗമാണ്. ഈ ഭാഗം ചക്രവർത്തിക്ക് പൊതുജനങ്ങളുമായി സംവദിക്കുന്നതിനുള്ള ഒരു വലിയ സദസ്സായിരുന്നു. സാധാരണ ജനങ്ങൾക്ക് തങ്ങളുടെ പരാതികൾ ബോധിപ്പിക്കാനും ചക്രവർത്തിയുടെ നീതി നിർവഹണം നേരിട്ട് കാണാനുമുള്ള ഒരു വേദിയുമായിരുന്നു. ഭരണപരമായ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ഈ ഭാഗം. നിരവധി തൂണുകളാൽ താങ്ങി നിർത്തിയിരിക്കുന്ന വിശാലമായ തുറന്ന ഒരു മണ്ഡപമാണിത്. തൂണുകളിലുള്ള കൊത്തുപണിയും ചക്രവർത്തിയുടെ സിംഹാസനം വെച്ചിരുന്ന ഉയർന്ന പ്ലാറ്റ്ഫോമും ഒക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഇത് മുഗൾ രാജാക്കന്മാരുടെ പൊതുവായ ഒരു സഭയുടെ മാതൃകയാണ്. ഇതുപോലുള്ള മറ്റൊരു സദസ്സാണ് ദിവാൻ ഇ ഖാസ്. ഈ ഒരു ഭാഗം പ്രധാനപ്പെട്ട വിദേശ പ്രതിനിധികളെയും പ്രമുഖരെയും ഉന്നത ഉദ്യോഗസ്ഥരെയും കാണുന്നതിനും രഹസ്യ സ്വഭാവമുള്ള ചർച്ചകൾ നടത്തുന്നതിനും വേണ്ടിയിട്ടുള്ളതായിരുന്നു. മുഗൾ സാമ്രാജ്യത്തിൻ്റെ നയപരമായ തീരുമാനങ്ങൾ, യുദ്ധതന്ത്രങ്ങൾ, നയതന്ത്ര ചർച്ചകൾ തുടങ്ങിയവയെല്ലാം ഇവിടെയാണ് നടന്നിരുന്നത്. ഇതും ഷാജഹാൻ നിർമ്മിച്ചതാണ്. വെണ്ണക്കല്ലിൻ്റെ ഉപയോഗം ഇവിടെയും കാണാം. ദിവാൻ ഇ ആമിനേക്കാൾ ചെറുതും എന്നാൽ കൂടുതൽ അലങ്കാരപ്പണികൾ ഉള്ളതുമാണ് ഈ ഹാൾ. ഇവിടെ ഒരു മയൂരസിംഹാസനവും വെച്ചിരുന്നു. യമുനാ നദിക്ക് അഭിമുഖമായി അഷ്ടഭുജാകൃതിയിലുള്ള മുസമ്മൻ ബുർജ് എന്നൊരു ഗോപുരമുണ്ട്. ഇതും ഷാജഹാന്റെ കാലത്ത് നിർമ്മിച്ചതാണ്. വെണ്ണക്കല്ലിൽ തീർത്ത ഇതിന് മനോഹരമായ ജാലികളും കൊത്തുപണികളും മുകളിലൊരു ബാൽക്കണിയുമൊക്കെയുണ്ട്. ഷാജഹാന്റെ അവസാന നാളുകളുമായി ബന്ധപ്പെട്ട് ഈ ഗോപുരത്തിന് വൈകാരികമായൊരു പ്രത്യേകതയുമുണ്ട്. ചക്രവർത്തിക്കും രാജ്ഞിക്കും വിശ്രമിക്കാനും യമുനാ നദിയുടെയും താജ്മഹലിൻ്റെയും കാഴ്ചകളുമൊക്കെ ആസ്വദിക്കാനുമുള്ള ഒരു ബാൽക്കണിയോടുകൂടിയ ഗോപുരവുമായിരുന്നത്. ഔറംഗസേബ് ഷാജഹാനെ ഈ ഗോപുരത്തിലാണ് തടവിലാക്കിയിരുന്നത്. താജ്മഹലിനെ നോക്കി തൻ്റെ അവസാന നാളുകൾ ഷാജഹാൻ ചെലവഴിച്ച സ്ഥലമാണിത്. അതുപോലെ തന്നെ കാണേണ്ട മറ്റൊരു സ്ഥലമാണ് ഷീഷ് മഹൽ. കണ്ണാടികൾ പതിപ്പിച്ച ഈ സ്ഥലം രാജകുടുംബാംഗങ്ങൾക്ക് വിശ്രമിക്കാനും ഉന്മേഷം നേടാനുമൊക്കെയുള്ള ഒരു സ്ഥലമായിരുന്നു. കണ്ണാടികൾ പതിപ്പിച്ച ഈ സ്ഥലം തണുത്ത കാലാവസ്ഥയിൽ ചൂട് നിലനിർത്താനും ചൂട് കാലാവസ്ഥയിൽ തണുപ്പ് നിലനിർത്താനും ഒക്കെ സഹായിച്ചിരുന്നു. പേർഷ്യൻ ബാത്ത് ഹൗസുകളുടെ ശൈലിയിലുള്ള ഈ കൊട്ടാരം മുഗൾ ചക്രവർത്തിമാരുടെ ആഡംബര ജീവിതത്തെയാണ് കാണിക്കുന്നത്. വെളിച്ചം തട്ടുമ്പോൾ ഭിത്തിയിലെ കണ്ണാടികൾ 1000 ദീപങ്ങൾ കത്തിച്ചു വെച്ചതുപോലെ പ്രകാശിച്ചു നിൽക്കും. മുഗൾ വാസ്തുവിദ്യയുടെ ഒരു മാന്ത്രികത തന്നെയാണ് ഈ കൊട്ടാരം. അടുത്തത് നാഗിന മസ്ജിദാണ്. മുഗൾ രാജ്ഞിമാർക്ക് വേണ്ടി ഷാജഹാൻ പണി കഴിപ്പിച്ച ഒരു പള്ളിയാണിത്. ചെറിയ പള്ളിയാണെങ്കിലും ഇതിൻ്റെ രൂപകൽപ്പനയും ആകർഷകമാണ്. ആഗ്രക്കോട്ടയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കോട്ടയ്ക്കുള്ളിൽ ഒരേ ഒരു ശവകുടീരമാണുള്ളത്. ഈ കോട്ടയ്ക്കുള്ളിൽ മുഗൾ ചക്രവർത്തിമാരെയോ രാജ്ഞിമാരെയോ ഒന്നും അടക്കം ചെയ്തിട്ടില്ല. എന്നാൽ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ജോൺ റസൽ കോൾവിൻ്റെ ശവകുടീരം ദിവാൻ ഇ ആമിന് മുൻപിലായി കാണാൻ സാധിക്കും. ഇദ്ദേഹം 1853 മുതൽ 1857 വരെ ഇന്ത്യൻ ലഹളയുടെ സമയത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളുടെ ലഫ്റ്റനന്റ് ഗവർണറായിരുന്നു. 1857 ലഹള സമയത്ത് ഇവിടെ വെച്ച് കോളറ ബാധിച്ച് മരിച്ചതിനാലാണ് അദ്ദേഹത്തെ ഇവിടെ അടക്കം ചെയ്തത്. ആഗ്രക്കോട്ടയുടെ ആ ഒരു പ്രാധാന്യത്തിന് ഒട്ടും ചേരാത്ത ഇവിടെയുള്ള ഒരേ ഒരു കാര്യവും ഈ ശവകുടീരമാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ആഗ്രക്കോട്ടയോട് കാണിച്ച അനാദരവായി ഈ ശവകുടീരത്തെ കണക്കാക്കുന്നു. മറ്റെല്ലാ പ്രധാന മുഗൾ ചക്രവർത്തിമാരെയും ആഗ്രയിലെയും മറ്റു സ്ഥലങ്ങളിലെയും പ്രമുഖ ശവകുടീരങ്ങളിലാണ് അടക്കം ചെയ്തിരിക്കുന്നത്. ബാബറെ കാബൂളിലെ ബാഗ് ഇ ബാഗിലാണ് അടക്കം ചെയ്തത്. ഡൽഹിയിലെ ഹുമയൂൺസ് തോമ്പിലാണ് ഹുമയൂണിനെ അടക്കം ചെയ്തിരിക്കുന്നത്. ആഗ്രയ്ക്കടുത്തുള്ള സിക്കന്ദ്രയിലാണ് അക്ബറിൻ്റെ ശവകുടീരം. ലാഹോറിലെ ഷഹദാരാബാഗിലാണ് ജഹാംഗീറിനെ അടക്കം ചെയ്തിരിക്കുന്നത്. ഷാജഹാനെയും പത്നി മുംതാസ് മഹലിനെയും താജ്മഹലിലും. അതേസമയം ഔറംഗാബാദിലെ ഖുൽദാബാദിലാണ് ഔറംഗസേബിൻ്റെ ശവകുടീരം. ആഗ്രക്കോട്ടയുടെ മുൻപിലായി ഛത്രപതി ശിവജിയുടെ ഒരു പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന കാര്യം മുൻപേ പറഞ്ഞല്ലോ. ഛത്രപതി ശിവജിയും ആഗ്രക്കോട്ടയും തമ്മിൽ വളരെ പ്രധാനപ്പെട്ടതും നാടകീയവുമായ ഒരു ബന്ധമുണ്ട്. ഇത് മുഗൾ സാമ്രാജ്യത്തെ, പ്രത്യേകിച്ച് ചക്രവർത്തി ഔറംഗസേബിനെ അപമാനിച്ച ഒരു സംഭവം കൂടിയാണ്.
1666 ഈ ചരിത്രപരമായ സംഭവം നടക്കുന്നത്. ഔറംഗസേബ് മറാത്ത സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായ ഛത്രപതി ശിവജിയെയും അദ്ദേഹത്തിൻ്റെ 9 വയസ്സുള്ള മകൻ സംഭാജിയെയും ആഗ്രയിലേക്ക് ക്ഷണിച്ചു. ഇത് ഒരു നയതന്ത്രപരമായ ഒരു നീക്കമായിരുന്നു. എന്നാൽ ശിവജിക്ക് ഇതൊരു കെണിയാണെന്ന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. എങ്കിലും ഔറംഗസേബുമായി ഒരു നയതന്ത്ര ചർച്ചയ്ക്ക് സാധ്യതയുണ്ടെന്ന് കരുതി അദ്ദേഹം ആഗ്രയിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. 1666 മെയ് 12 ഔറംഗസേബിൻ്റെ 50ാം ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ ശിവജി ആഗ്രയിലെ മുഗൾ ദർബാറിലെത്തി. എന്നാൽ തനിക്ക് വേണ്ട വിധത്തിൽ അവിടെ നിന്ന് ബഹുമാനം ലഭിച്ചില്ല എന്ന് തോന്നിയപ്പോൾ ശിവജി പരസ്യമായി തൻ്റെ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇതിൽ പ്രകോപിതനായ ഔറംഗസേബ് ശിവജിയെയും സംഭാജിയെയും വീട്ടുതടങ്കലിലാക്കി. കർശനമായ കാവലോടെ അവരുടെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കപ്പെട്ടു. താൻ അപകടത്തിലാണെന്ന് മനസ്സിലായ ശിവജി രക്ഷപ്പെടാനായി ഒരു തന്ത്രം മെനഞ്ഞു. അദ്ദേഹം ഒരു രോഗിയായി അഭിനയിച്ചു. ദിവസവും വലിയ കൂടകളിൽ മധുരപലഹാരങ്ങൾ നിറച്ച് ബ്രാഹ്മണർക്കും പാവപ്പെട്ടവർക്കും വിതരണം ചെയ്യാനെന്ന വ്യാജേന കോട്ടയ്ക്ക് പുറത്തേക്ക് അയക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ ഈ കൂടകൾ കാവൽക്കാർ പരിശോധിക്കുമായിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞതോടെ അവരുടെ പരിശോധനയും കുറഞ്ഞു. 1666 ഓഗസ്റ്റ് 17 ഒരു വലിയ കൂടയിൽ ശിവജിയും മറ്റൊരു കൂടയിൽ അദ്ദേഹത്തിൻ്റെ മകൻ സംഭാജിയും ഒളിച്ച് കോട്ടയ്ക്ക് പുറത്തേക്ക് കടന്നു. പുറത്തെത്തിയ അവർ വേഷം മാറി കടുത്ത ബുദ്ധിമുട്ടുകൾ സഹിച്ച് മുഗൾ സൈനികരെ വെട്ടിച്ച് ഒടുവിൽ 1666 സെപ്റ്റംബർ 12 സ്വന്തം രാജ്യമായ രാജ്ഗഡിൽ സുരക്ഷിതമായി തിരിച്ചെത്തി. മുഗൾ സാമ്രാജ്യത്തിന്, പ്രത്യേകിച്ച് ഔറംഗസേബിന് ഇതൊരു വലിയ അപമാനം തന്നെയായിരുന്നു. ശക്തനായ ഒരു ശത്രുവിനെ തടവിലാക്കിയിട്ടും അദ്ദേഹം രക്ഷപ്പെട്ടു പോയത് ഔറംഗസേബിൻ്റെ പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടമുണ്ടാക്കി. ഈ സംഭവം ശിവജിയുടെ പ്രതിരോധശേഷി, ധൈര്യം, തന്ത്രപരമായ ബുദ്ധി എന്നിവയ്ക്ക് വലിയ ഉദാഹരണമായി കണക്കാക്കപ്പെടുന്നു. ഇത് മറാത്ത സാമ്രാജ്യത്തിന് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള വിശ്വാസവും വർദ്ധിപ്പിച്ചു. ഭാരത ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ രക്ഷപ്പെടലുകളിൽ ഒന്നായി ഇത് മാറി. പക്ഷേ ഛത്രപതി ശിവജിയുടെ മകനായ സംഭാജി മഹാരാജനെ ഔറംഗസേബ് അതിക്രൂരമായി വധിക്കുകയായിരുന്നു. സംഭാജിയെ വധിക്കാൻ ഔറംഗസേബിനെ പ്രേരിപ്പിച്ച നിരവധി കാരണങ്ങളുണ്ട്. മുഗൾ സാമ്രാജ്യത്തോടുള്ള നിരന്തരമായ ചെറുത്തുനിൽപ്പ് തന്നെ പ്രധാന കാരണം. സംഭാജി തൻ്റെ പിതാവായ ശിവജിയെപ്പോലെ തന്നെ മുഗളർക്ക് വലിയ ഭീഷണിയായിരുന്നു. ഏകദേശം 9 വർഷത്തോളം ഔറംഗസേബിൻ്റെ വലിയ സൈന്യത്തെ സംഭാജി ശക്തമായി ചെറുത്തുനിന്നു. ഇത് ഔറംഗസേബിന് വലിയ തലവേദനയായി. ഔറംഗസേബ് ഒരു യാഥാസ്ഥിതിക ഇസ്ലാമിക ഭരണാധികാരിയായിരുന്നു. ഇദ്ദേഹം അമുസ്ലിങ്ങളിൽ നിന്നും ജീസിയ എന്ന പേരിൽ നികുതി വിരിക്കുകയും ഇസ്ലാമിക നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. സംഭാജി ഇതിനെ ശക്തമായി എതിർത്തിരുന്നു. കൂടാതെ ബുർഹാൻപൂരിലെ മുസ്ലിങ്ങൾക്കെതിരെ സംഭാജിയുടെ സൈന്യം നടത്തിയ ആക്രമണങ്ങളും കൊള്ളയും കൊലപാതകങ്ങളും അദ്ദേഹത്തെ വധിച്ചതിന് കാരണമായി മുഗൾ പക്ഷം ഉന്നയിച്ചിരുന്നു. മുഗൾ മതപണ്ഡിതന്മാർ ഈ ആരോപണങ്ങളുടെ പേരിൽ സംഭാജിക്ക് വധശിക്ഷ വിധിച്ചു. സംഭാജിയെ ചതിവിൽപ്പെടുത്തി ഔറംഗസേബ് തടവിലാക്കി. പക്ഷേ തൻ്റെ ചില ആവശ്യങ്ങൾക്ക് വഴങ്ങിയാൽ സംഭാജിയെ വെറുതെ വിടാൻ ഔറംഗസേബ് തയ്യാറുമായിരുന്നു. പക്ഷേ സംഭാജി അതിന് തയ്യാറായില്ല. ഔറംഗസേബ് സംഭാജിയോട് മറാത്ത സാമ്രാജ്യത്തിൻ്റെ കോട്ടകളും നിധികളും മുഗളരോട് സഹകരിക്കുന്ന മറാത്ത നേതാക്കളുടെ പേരുകളുമൊക്കെ വെളിപ്പെടുത്താൻ ആവശ്യപ്പെട്ടു. സംഭാജി സമ്മതിച്ചില്ല. സ്വയം ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യാനും സംഭാജിയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ 40 ദിവസത്തോളം നീണ്ട കഠിന പീഡനങ്ങളുണ്ടായിട്ടും സംഭാജി ഇതിനെ വിസമ്മതിച്ചു. ഇത് ധർമ്മത്തോടുള്ള സംഭാജിയുടെ അടിയുറച്ച വിശ്വാസത്തെയാണ് കാണിക്കുന്നത്. കൂടാതെ ചോദ്യം ചെയ്യലിനിടെ ഔറംഗസേബിനെയും പ്രവാചകനായ മുഹമ്മദ് നബിയെയും അപമാനിച്ചുവെന്നും ചില മുഗൾ രേഖകൾ പറയുന്നു. സംഭാജിയെ പിടികൂടാനായി ഔറംഗസേബ് പലവിധ തന്ത്രങ്ങളും പയറ്റിയെങ്കിലും അതൊന്നും നടന്നില്ല. ഒടുവിലാണത് സാധിക്കുന്നത്. 1689 ഫെബ്രുവരി 1 സംഭാജി മഹാരാജും അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനും ഉപദേശകനും ഒരു കവിയുമായ കലേഷിനൊപ്പം തൻ്റെ സൈന്യത്തിൽ നിന്ന് വിട്ട് ഒരു ചെറുസംഘം സൈനികരോടൊപ്പം കൊങ്കൺ മേഖലയിലെ സംഗമേശ്വർ എന്ന സ്ഥലത്തേക്ക് പോയി. മഴക്കാലം ആസ്വദിക്കാനും മറ്റുമായിരുന്നു ഈ യാത്രയെന്ന് പറയപ്പെടുന്നു. ഇത് സംഭാജിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വലിയ പിഴവ് തന്നെയായിരുന്നു. മുഗൾ സൈന്യാധിപനായ മുഹറബ് ഖാന് സംഭാജി സംഗമേശ്വറിലുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചു. ഈ വിവരം അകന്ന ബന്ധുക്കളോ കൂറുമാറിയവരോ ആണ് നൽകിയത്. മുഹറബ് ഖാൻ വളരെ വേഗത്തിൽ തൻ്റെ സൈനികരുമായി സംഗമേശ്വറിലേക്ക് നീങ്ങി. മുഗൾ സൈന്യം സംഭാജിയുടെ താവളം വളഞ്ഞു. മുഗളന്മാരുടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത മിന്നലാക്രമണത്തെ സംഭാജിയും കൂട്ടരും ശക്തമായി നേരിട്ടെങ്കിലും സൈനിക ബലം കുറവായതിനാൽ അധികനേരം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഏറ്റുമുട്ടലിൽ സംഭാജിയുടെ ചില സൈനികരെ മുഗളന്മാർ വധിച്ചു. ശേഷിച്ചവർ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. പക്ഷേ സംഭാജിക്കും സുഹൃത്ത് കലേഷിനും മാത്രം രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല.
സംഭാജി ഒരു ക്ഷേത്രത്തിൽ അഭയം തേടാൻ ശ്രമിച്ചെങ്കിലും മുഗളർ അദ്ദേഹത്തെ കണ്ടെത്തി പിടികൂടുകയും ചെയ്തു. പിടികൂടി തടവിലാക്കിയതിനു ശേഷം മുഖറബ് ഖാൻ അവരെയും കൊണ്ട് അഹമ്മദ്നഗർ ജില്ലയിലെ പെഡ്ഗാവിനടുത്തുള്ള ബഹദൂർഗഡിൽ ക്യാമ്പ് ചെയ്തിരുന്ന ഔറംഗസേബിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അവിടെ സൈനിക ക്യാമ്പുകളിലൂടെ അവരെ അപമാനിക്കുന്ന രീതിയിൽ കോമാളികളെപ്പോലെ വേഷം ധരിപ്പിച്ച് ഒട്ടകപ്പുറത്ത് കയറ്റി ഡ്രം അടിച്ചും കാഹളം മുഴക്കിയും കൊണ്ടു നടന്ന് പരിഹസിച്ചു. പിന്നീട് കഠിനമായ പീഡനങ്ങളായിരുന്നു. അന്ന് രാത്രി തന്നെ ചൂടാക്കി ഇരുമ്പ് തണ്ടുകൾ ഉപയോഗിച്ച് അവരുടെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചു. ദിവസങ്ങളോളം സംഭാജിയെ അതിക്രൂരമായി പീഡിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ തൊലി ഉരിച്ചെടുക്കുകയും നാവ് മുറിക്കുകയും നഖങ്ങൾ പിഴുതെടുക്കുകയും ചെയ്തതായി ചില ചരിത്രരേഖകൾ പറയുന്നു. എന്നിട്ടും തൻ്റെ കുലധർമ്മത്തിൽ നിന്നും പിന്മാറാൻ സംഭാജി തയ്യാറായില്ല. ഒടുവിൽ 1689 മാർച്ച് 11 ഭീമാനദിയുടെ കരയിലുള്ള കൊറേഗാവ് എന്ന സ്ഥലത്ത് വെച്ച് സംഭാജിയുടെ തലയറുത്ത് വധിച്ചു. ചില രേഖകൾ പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരം കഷ്ണങ്ങളായി നദിയിലെറിഞ്ഞുവെന്നും പിന്നീട് അദ്ദേഹത്തിൻ്റെ അനുയായികൾ അത് ശേഖരിച്ച് സംസ്കരിച്ചു എന്നുമാണ്. അതേസമയം മറ്റൊരു കഥയനുസരിച്ച് മുഗളന്മാർ ആ ശരീരഭാഗങ്ങൾ നായ്ക്കൾക്ക് എറിഞ്ഞുകൊടുത്തു എന്നുമാണ്. എന്തായാലും ക്രൂരമായ പീഡനങ്ങൾക്കൊടുവിൽ അദ്ദേഹത്തെ പൈശാചികമായി വധിച്ചു എന്നത് ശരിയാണ്. മറാത്ത സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ വേദനാജനകമായ ഒരു സംഭവമായി ഇത് മാറി. മുഗൾ സാമ്രാജ്യം കണ്ട ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയായിരുന്നു ഔറംഗസേബ്. ഇദ്ദേഹത്തിൻ്റെ ക്രൂരതകളുടെ കഥകൾ ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. 1658 മുതൽ 1707 വരെയുള്ള 50 വർഷത്തോളം ഇദ്ദേഹത്തിൻ്റെ ഭരണകാലമായിരുന്നു. ഔറംഗസേബ് സിംഹാസനത്തിലെത്തിയത് തന്നെ സ്വന്തം പിതാവായ ഷാജഹാനെ തടവിലാക്കിയും തൻ്റെ മൂത്ത സഹോദരന്മാരെ പ്രത്യേകിച്ച് ദാരാഷിക്കോവിനെ ക്രൂരമായി വധിക്കുകയും ചെയ്തുകൊണ്ടാണ്. ഒരു യാഥാസ്ഥിതിക സുന്നി മുസ്ലിമായിരുന്ന ഔറംഗസേബ് ഇസ്ലാമിക നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കാൻ ശ്രമിച്ചു. മുഗൾ സാമ്രാജ്യത്തിൽ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾ ഒഴികെ മറ്റു മതസ്ഥർക്കുമെതിരെ ജീസിയ നികുതി ഏർപ്പെടുത്തി. മറ്റു മതസ്ഥരെ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കി. നിരവധി ഹിന്ദു ക്ഷേത്രങ്ങൾ നശിപ്പിക്കാൻ ഉത്തരവിട്ടു. കാശി വിശ്വനാഥ ക്ഷേത്രം, സോമനാഥ ക്ഷേത്രം, കേശവദേവ് ക്ഷേത്രം എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. അതുപോലെ ഭാരതീയ സംഗീതം, ചിത്രകല തുടങ്ങിയ കലകളെ നിരുത്സാഹപ്പെടുത്തുകയും നിരോധിക്കുകയും ചെയ്തു. സംഭാജിയെ ക്രൂരമായി കൊല ചെയ്തു. സിഖ് ഗുരുവായ ഗുരു തേജ് ബഹാദൂറിനെ ഇസ്ലാം മതം സ്വീകരിക്കാൻ വിസമ്മതിച്ചതിന് വധശിക്ഷയ്ക്ക് വിധിച്ചു. ഇദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ ഭൂരിഭാഗവും പ്രത്യേകിച്ച് അവസാനത്തെ 25 വർഷത്തോളം നിരന്തരമായ യുദ്ധങ്ങൾ തന്നെയായിരുന്നു. ഇത് സാമ്രാജ്യത്തിൻ്റെ സമ്പത്തിനെ ക്ഷയിപ്പിക്കുകയും തകർച്ചയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്തു. ഈ യുദ്ധങ്ങളിൽ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് ജീവഹാനി വരുത്തുകയും ജനജീവിതം ദുസ്സഹമാക്കുകയും ചെയ്തു. അങ്ങനെ മുഗൾ സാമ്രാജ്യത്തിലെ 6ാമത്തെയും അവസാനത്തെയും ചക്രവർത്തിയായ ഔറംഗസേബ് 1707 മാർച്ച് 3 അഹമ്മദ് നഗറിൽ, അതായത് ഇപ്പോഴത്തെ മഹാരാഷ്ട്രയിൽ വെച്ച് 88ാമത്തെ വയസ്സിൽ വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് അന്തരിച്ചു. ഔറംഗസേബ് അവസാന നാളുകളിൽ തൻ്റെ പ്രവർത്തികളിൽ പശ്ചാത്തപിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം മക്കൾ മരണശേഷം ഔറംഗാബാദിനടുത്തുള്ള ഖുന്ദാബാദിൽ ഒരു ലളിതമായ തുറന്ന ശവകുടീരത്തിലാണ് അടക്കം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആത്മീയ ഗുരുവായ ഷെയ്ഖ് സൈനുദ്ദീൻ്റെ ദർഗയ്ക്ക് സമീപമാണിത്. ഔറംഗസേബിൻ്റെ മരണശേഷം മുഗൾ സാമ്രാജ്യം ക്രമേണ ശിഥിലമാവുകയും ക്രമേണ ചില പ്രാദേശിക ശക്തികൾ ഉയർന്നു വരികയും മറാത്തകളുടെ ഭരണത്തിന് കീഴിലാവുകയും 1803 ആംഗ്ലോ മറാത്ത യുദ്ധസമയത്ത് ബ്രിട്ടീഷുകാർ കോട്ട പിടിച്ചടക്കുകയും ചെയ്തു. ആഗ്രയിലെ ചരിത്ര സ്മാരകങ്ങൾക്കപ്പുറം അവിടുത്തെ സാധാരണ ജനജീവിതവും തെരുവ് കാഴ്ചകളും ഒന്ന് കാണേണ്ടത് തന്നെയാണ്. രാവിലെ ആഗ്രയിലെ തെരുവിലേക്കിറങ്ങിയാൽ കാണുന്ന കാഴ്ചകളും രസകരമാണ്. ചായക്കടകളിൽ നിന്നുള്ള ആവി പറക്കുന്ന ചായയുടെ മണവും ചായയും ആസ്വദിച്ച് പത്രവായനയും രാഷ്ട്രീയ ചർച്ചകളുമായിരിക്കുന്ന ജനങ്ങളും, ക്ഷേത്രങ്ങളിൽ നിന്നും പള്ളികളിൽ നിന്നും ഉയരുന്ന പ്രാർത്ഥനാഗീതങ്ങളും, ഓട്ടോറിക്ഷക്കാരും സൈക്കിൾ റിക്ഷക്കാരും കാളവണ്ടികൾ, കുതിരവണ്ടികൾ എന്നിവരുടെ ബഹളങ്ങളും. താജ്മഹലിൻ്റെ അടുത്തുള്ള ആഗ്രയിലെ വളരെ പഴയ ഒരു ചന്തയാണ് കിനാരി ബസാർ. ഇവിടെ എപ്പോഴും തിരക്കായിരിക്കും. നിറയെ കടകളും വർണ്ണാഭമായ തുണിത്തരങ്ങൾ, ആഭരണങ്ങൾ, പാത്രങ്ങൾ, മസാലകൾ എന്നിങ്ങനെ പലവിധ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി വില പേശുന്ന ആളുകളും അത് വിൽക്കാൻ ബഹളം വയ്ക്കുന്ന കച്ചവടക്കാരും. ഈ കാഴ്ചകളെല്ലാം ഒരു നല്ല അനുഭവമാണ്. ഇതുപോലെ ആഗ്രയിലെ മറ്റൊരു പ്രധാന കമ്പോളമാണ് സാദർ ബസാർ. ഷോപ്പിങ്ങിനും ഭക്ഷണ സാധനങ്ങൾക്കുമൊക്കെ ഇവിടം പ്രസിദ്ധമാണ്. ആഗ്രയിലെ പരമ്പരാഗത കരകൗശല സാധനങ്ങളൊക്കെ വലിയ വില കൂടാതെ വാങ്ങാൻ പറ്റുന്ന നിർമ്മാണശാലകളും നഗരത്തിലുണ്ട്. ആഗ്രയിലെ തെരുവ് ഭക്ഷണങ്ങൾ അവിടുത്തെ ജനജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. വൈകുന്നേരമായാൽ ചാട്ടുകൾ, പാനിപൂരി, ആലു ടിക്കി,
തുടങ്ങിയവ വിൽക്കുന്ന തട്ടുകടകൾക്ക് ചുറ്റുമായി വലിയ ആൾക്കൂട്ടങ്ങൾ കാണാം. അതുപോലെ പലതരത്തിലുള്ള പേടകൾക്കും പ്രസിദ്ധമാണ് ഇവിടം. പിന്നെ പലതരം ജിലേബികൾ, സമോസ സ്റ്റാളുകൾ, റൊട്ടികൾ, കച്ചോരികൾ, പറാത്തകൾ, പിന്നെ മുഗൾ സ്വാധീനം കാരണം പലതരത്തിലുള്ള മാംസഭക്ഷണങ്ങൾക്കും പ്രസിദ്ധമാണ് ഇവിടം. ആഗ്രയിൽ നിന്ന് തീർച്ചയായും വാങ്ങേണ്ടുന്ന ചില പ്രധാന സാധനങ്ങളുണ്ട്. അതിലൊന്നാണ് പേടകൾ. വെള്ള കുമ്പളങ്ങയും പഞ്ചസാരപ്പാനിയും ഉപയോഗിച്ചുണ്ടാക്കുന്ന ആഗ്രയുടെ സ്വന്തം മധുരപലഹാരമാണിത്. ഈ സാധാരണ പേട കൂടാതെ ചോക്ലേറ്റ്, പാൻ, റോസ്, കുങ്കുമപ്പൂവ് എന്നിങ്ങനെ പലതരം രുചികളിൽ പേട ലഭ്യമാണ്. ആഗ്രയിൽ പേടയ്ക്ക് ഏറ്റവും പേരുകേട്ട ബ്രാൻഡാണ് പഞ്ചി പേട. നഗരത്തിലെ പലയിടങ്ങളിലും ഇവരുടെ കടകളും കാണാം. പിന്നെയുള്ളത് മാർബിൾ കരകൗശല വസ്തുക്കളാണ്. താജ്മഹലിലും ബേബി താജ്മഹലിലും ചെയ്തിരിക്കുന്നത് പോലെയുള്ള പിയത്ര ഡ്യൂറ എന്ന കൊത്തുപണി രീതിയിൽ ഉണ്ടാക്കിയ മാർബിൾ ഉൽപ്പന്നങ്ങളാണിവ. താജ്മഹലിൻ്റെ ചെറിയ മാതൃകകൾ, മാർബിൾ പ്ലേറ്റുകൾ, ആഭരണപ്പെട്ടികൾ, ചായക്കോപ്പുകൾ, മറ്റു കൗതുക വസ്തുക്കൾ എന്നിങ്ങനെ ആഗ്ര സന്ദർശിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി വാങ്ങാൻ പറ്റിയവയാണിത്. താജ്ഗഞ്ച് ഏരിയയിലെയും ഫത്തേഹാബാദ് റോഡിലെയും കടകളിലാണ് ഇവ കൂടുതലായി കിട്ടുക. വ്യാജ ഉൽപ്പന്നങ്ങൾ വാങ്ങാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇന്ത്യയിലെ തുകലോൽപാദനത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ് ആഗ്ര. ചെരുപ്പുകൾ, ബാഗുകൾ, ബെൽറ്റുകൾ, ജാക്കറ്റുകൾ എന്നിങ്ങനെ. അതുകൊണ്ട് തന്നെ ഉയർന്ന നിലവാരമുള്ള സാധനങ്ങൾ താരതമ്യേന വിലക്കുറവിൽ വാങ്ങാൻ സാധിക്കും. സാദർ ബസാർ, കിനാരി ബസാർ, ഷാഗഞ്ച് ബസാർ എന്നിവയാണ് ഈ തുകലോൽപ്പന്നങ്ങൾ വാങ്ങാൻ പറ്റിയ മാർക്കറ്റുകൾ. ഇവിടങ്ങളിൽ ധാരാളം ലെതർ ഫാക്ടറികളുമുണ്ട്. പിന്നെയുള്ളത് കൈകൊണ്ട് നെയ്ത പരവതാനികളും മറ്റ് തുണിത്തരങ്ങളുമാണ്. ഇതിൻ്റെ പ്രത്യേകത പണ്ട് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്ത നെയ്ത്ത് രീതികൾ ഇവിടെയും കാണാം. താജ്മഹലിലും മറ്റും കാണുന്ന പോലെയുള്ള പൂക്കളുടെയും ജാമിതീയ രൂപങ്ങളുടെയും ഡിസൈനുകൾ ഇവയിൽ നെയ്തിട്ടുണ്ടാവും. സാദർ ബസാർ, കിനാരി ബസാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇവ ലഭ്യമാണ്. പരമ്പരാഗത ഇന്ത്യൻ വസ്ത്രങ്ങളും കൈകൊണ്ട് നെയ്ത സാരികളും മറ്റും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. സർദോസി എംബ്രോയിഡറി എന്നറിയപ്പെടുന്ന ഒരുതരം എംബ്രോയിഡറിക്ക് ആഗ്ര പ്രസിദ്ധമാണ്. സ്വർണ്ണ നൂലുകളും വെള്ളി നൂലുകളും തുന്നിച്ചേർത്തുണ്ടാക്കിയ സാരികൾ, ഷാളുകൾ, വസ്ത്രങ്ങൾ എന്നിവയെല്ലാം ഇവിടെ കാണാം. സുഭാഷ് ബസാർ പോലുള്ള മാർക്കറ്റുകൾ ഇത്തരം സാരികൾക്കും തുണിത്തരങ്ങൾക്കും പേര് കേട്ടതാണ്. ഇവിടുന്നൊക്കെ സാധനങ്ങളെല്ലാം വിലപേശി തന്നെ വാങ്ങാനും മറക്കരുത്. വില കുറച്ചു വാങ്ങുക എന്നത് നമ്മുടെ കഴിവിനെ ആശ്രയിച്ചിരിക്കും. ഞാൻ ആഗ്രയിൽ വന്നപ്പോൾ താമസിച്ചത് ആഗ്രയിലെ ബാലൂഗഞ്ച് എന്ന ഒരു സ്ഥലത്തായിരുന്നു. ഇവിടവും ഒരു മാർക്കറ്റാണ്, പക്ഷേ അത്ര വൃത്തിയൊന്നുമില്ല. ഈ മാർക്കറ്റിലെ തിരക്ക് കാണണമെങ്കിൽ വൈകുന്നേരമാവണം. ഈ ഒരു ഭാഗത്ത് ബൈക്കിൻ്റെയും മറ്റും ആക്സസറികളാണ് കൂടുതലും കിട്ടുക. ഒരു വണ്ടി കൊടുത്തിട്ട് ഒന്ന് മോഡിഫൈ ചെയ്തു തരാൻ പറഞ്ഞാൽ കമ്പനിക്കാർക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ അവരാക്കിത്തരും. അവരുടെ പണിയുടെ വേഗതയും ഒന്ന് കാണുക തന്നെ വേണം. ലൈറ്റുകൾ, ഹാൻഡിലുകൾ, ടാങ്കുകൾ, അലോയ് വീലുകൾ, ബോക്സുകൾ എന്നിങ്ങനെ ഒരു ബൈക്കിന് വേണ്ട സകലവിധ സാധനങ്ങളും ഇവിടെയുണ്ട്. വലിയ വിലയുമില്ല. ഇനി പൊളിച്ച സാധനങ്ങളാണ് വേണ്ടതെങ്കിൽ അതും റെഡി. രാത്രിയിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നേരെ റൂമിലേക്ക് മടങ്ങി. ഞാനിവിടെ വന്നത് ഒരു വെള്ളിയാഴ്ച ആയിരുന്നതിനാൽ താജ്മഹലിൽ മാത്രം കയറാൻ പറ്റിയില്ല. കാരണം വെള്ളിയാഴ്ച താജ്മഹൽ അവധിയാണ്. പിറ്റേന്നുകൂടി തങ്ങാനുള്ള സമയവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് താജ്മഹലിൻ്റെ സന്ദർശനം മറ്റൊരു തവണയാവാം എന്ന് വിചാരിച്ചു. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു അധ്യായവുമായി വീണ്ടും കാണാം.